ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് തരംഗമായി കണ്ടന്റോട് കണ്ടന്റായി ഇറക്കുന്ന അബു സലീം. ഹായ്. ഓഹോ, നീയായിരുന്നു? നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. പിന്നെ എവിടെയോ കണ്ട പോലെ ഉണ്ട്. വില്ലനായിട്ട് എങ്ങനെ റോൾ വന്നപ്പോൾ എങ്ങനെ അത് സ്വീകരിച്ചു? രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു. രണ്ടാമത് ആലോചിക്കാനുള്ള സമയം നമ്മൾ പറഞ്ഞു കൊടുത്തത് ആണല്ലേ? നിങ്ങൾക്ക് തോന്നി എന്നെ പേടിയില്ലേ? പേടി വന്നിട്ടില്ല. നീ പേടിക്കണം, അത്രേ ഉള്ളോ? ഇത്ര മതിയോ? അക്കൗണ്ട് റീച്ച് പറ. ലാസ്റ്റ് 30 days അക്കൗണ്ട് ലാസ്റ്റ് തേടി ഡാഷ്ബോർഡ് എത്രയാടാ? അതിപ്പോ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ബോധിപ്പിക്കണമെന്ന് വെച്ചാൽ കേട്ടോളൂ. 9.9 9.9 എന്റെ അമ്മേ, എന്ത് ഒന്നുമില്ല. ഞാൻ വാങ്ങിയതോ? ഞാൻ കൊറേ തന്നെ വാങ്ങി ഇൻസ്റ്റാഗ്രാമിൽ നോക്കി. ഞാൻ ഒരു ബെഞ്ച് മേടിച്ചായിരുന്നു. ബെൻസ് വാങ്ങിയ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. എത്രാമത്തെ വയസ്സില്? ഞാൻ 1.5 വർഷമായി. പിന്നെ ഒരു താറ് മേടിച്ചു. ഞാനൊരു ഷൂ വാങ്ങി. ഇതൊക്കെ എനിക്ക് ഞാൻ വിചാരിച്ചത്. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ഈ പെൺപിള്ളേരൊക്കെ മെസ്സേജ് ചെയ്യണ്ടോ ഇൻസ്റ്റാഗ്രാമില്? പെൺപിള്ളേര് മെസ്സേജ് ഇല്ല. എന്റെ ഫോളോവേഴ്സ് എല്ലാം ആണുങ്ങളല്ലേ. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. മൊത്തത്തില് പെൺപിള്ളേര് ചേട്ടാ മാസടാ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. 4.1 മില്യണില് എന്റെ 98.7 എങ്ങാണോ ബോയ്സ് തന്നെയാ. പിന്നെ ഫീമെയിൽ എവിടെ അതില്? ഞാൻ ഫ്രഷ് ആണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ലോ. ഇയാളാള് വളരെ ഡീസന്റാ. അതില് വിഷമമുണ്ടോ അബു? എന്റെ മോഹങ്ങൾ മുരടിച്ചു പോയി. ഇല്ല, ഒരു വിഷമമില്ല. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ബിക്കോസ് ഞാനൊരു സിംഗിൾ കുട്ടിയാന്ന് എല്ലാരും എന്നോട് പറയാറുണ്ട്. അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എന്റെ എല്ലാ മാനവും പോയി. ഞങ്ങൾ പോട്ടെ എന്നാ. വരട്ടെ.